പ്രൈസ് ദ ലോർഡ്. ന്യായാധിപന്മാർ 11 അധ്യായം 1 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. ഗിലെയാദ്യനായ യിഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. യിഫ്താഹിൻ്റെ ജനകനോ ഗിലെയാദായിരുന്നു. ഗിലെയാദിൻ്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. അവൻ്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ യിഫ്താഹിനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല, നീ പരസ്ത്രീയുടെ മകനല്ലയോ എന്ന് പറഞ്ഞവനെ നീക്കിക്കളഞ്ഞു. അങ്ങനെ യിഫ്താഹ് തൻ്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് ചെന്ന് പാർത്തു. നിസ്സാരന്മാരായ ചിലർ യിഫ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു. കുറേ കാലം കഴിഞ്ഞിട്ട് അമ്മോന്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അമ്മോന്യർ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലെയാദിലെ മൂപ്പന്മാർ യിഫ്താഹിനെ തോബ് ദേശത്തു നിന്ന് കൊണ്ടുവരുവാൻ ചെന്നു. അവർ യിഫ്താഹിനോട്, അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളെ സേനാപതിയായിരിക്ക എന്ന് പറഞ്ഞു. യിഫ്താഹ് ഗിലെയാദ്യരോട്, നിങ്ങൾ എന്നെ പകച്ച് പിതൃഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ലയോ? ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എൻ്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു. ഗിലെയാദിലെ മൂപ്പന്മാർ യിഫ്താഹിനോട്, നീ ഞങ്ങളോടുകൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യുകയും ഗിലെയാദിലെ സകല നിവാസികൾക്കും തലവനായിരിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളിപ്പോൾ നിന്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യിഫ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോട്, അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോവ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ എന്ന് ചോദിച്ചു. ഗിലെയാദിലെ മൂപ്പന്മാർ യിഫ്താഹിനോട്, യഹോവ നമ്മുടെ മധ്യേ സാക്ഷി, നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ യിഫ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോടുകൂടെ പോയി ജനം അവനെ തലവനും സേനാപതിയുമാക്കി. യിഫ്താഹ് മിസ്പായിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. അനന്തരം യിഫ്താഹ് അമ്മോന്യരുടെ രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നീ എന്നോട് യുദ്ധം ചെയ്യുവാൻ എൻ്റെ ദേശത്ത് വരേണ്ടതിന് എന്നോട് നിനക്ക് എന്ത് കാര്യം എന്ന് പറയിച്ചു. അമ്മോന്യരുടെ രാജാവ് യിഫ്താഹിൻ്റെ ദൂതന്മാരോട്, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അവർ അർന്നോൻ മുതൽ യാബ്ബോക്ക് വരെയും യോർദാൻ വരെയും ഉള്ള എൻ്റെ ദേശം അടക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ദേശങ്ങളെ സമാധാനത്തോടെ മടക്കിത്തരിക എന്ന് പറഞ്ഞു. യിഫ്താഹ് പിന്നെയും അമ്മോന്യരുടെ രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അവനോട് പറയിച്ചതെന്തെന്നാൽ, യിഫ്താഹ് ഇപ്രകാരം പറയുന്നു, ഇസ്രായേൽ മോവാബ് ദേശമോ അമ്മോന്യരുടെ ദേശമോ അടക്കിയിട്ടില്ല. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെ സഞ്ചരിച്ച് കാദേശിലെത്തി. ഇസ്രായേൽ ഏദോം രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവാദം തരയണമെന്ന് പറയിച്ചു. എങ്കിലും ഏദോം രാജാവ് കേട്ടില്ല. മോവാബ് രാജാവിൻ്റെ അടുക്കലും അവർ പറഞ്ഞയച്ചു, അവനും സമ്മതിച്ചില്ല. അങ്ങനെ ഇസ്രായേൽ കാദേശിൽ പാർത്തു. അവർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. ഏദോം ദേശവും മോവാബ് ദേശവും ചുറ്റിച്ചെന്ന് മോവാബ് ദേശത്തിൻ്റെ കിഴക്കെത്തി. അർന്നോൻ അക്കരെ പാളയമിറങ്ങി. അർന്നോൻ മോവാബിൻ്റെ അതിരായിരുന്നു. മോവാബിൻ്റെ അതിർത്തിക്കകത്ത് അവർ കടന്നില്ല. പിന്നെ ഇസ്രായേൽ ഹേശ്ബോനിൽ വാണിരുന്ന അമ്മോന്യ രാജാവായ സീഹോൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നിന്റെ ദേശത്തുകൂടി എൻ്റെ സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ അനുവാദം തരയണമെന്ന് പറയിച്ചു. എങ്കിലും സീഹോൻ ഇസ്രായേൽ തൻ്റെ ദേശത്തുകൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം അവരെ വിശ്വസിക്കാതെ തൻ്റെ ജനത്തെയൊക്കെയും വിളിച്ചുകൂട്ടി യഹസിൽ പാളയമിറങ്ങി ഇസ്രായേലിനോട് പടയേറ്റു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ സീഹോനെയും അവൻ്റെ സകല ജനത്തെയും ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ തോൽപ്പിച്ചു. അങ്ങനെ ഇസ്രായേൽ ആ ദേശനിവാസികളായ അമ്മോന്യരുടെ ദേശമൊക്കെയും കൈവശമാക്കി. അർന്നോൻ മുതൽ യാബ്ബോക്ക് വരെയും മരുഭൂമി മുതൽ യോർദാൻ വരെയുമുള്ള അമ്മോന്യരുടെ ദേശമൊക്കെയും അവർ പിടിച്ചടക്കി. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് അമ്മോന്യരെ നീക്കിക്കളഞ്ഞിരിക്കെ നീ അവരുടെ അവകാശമെടുക്കുവാൻ പോകുന്നുവോ? നിന്റെ ദേവനായ കേമോശ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്തെ നീ അടക്കി അനുഭവിക്കുകയില്ലയോ? അങ്ങനെ തന്നെ ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുന്നിൽ നിന്ന് നീക്കിക്കളയുന്നവരുടെ അവകാശം ഞങ്ങളും അടക്കി അനുഭവിക്കും. സിപ്പോരിൻ്റെ മകനായ ബാലാക്ക് എന്ന മോവാബ് രാജാവിനേക്കാളും നീ യോഗ്യനോ? അവൻ ഇസ്രായേലിനോട് എപ്പോഴെങ്കിലും വാഗ്വാദം ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഇസ്രായേൽ
ഹെശ്ബോനിലും അതിൻ്റെ പട്ടണങ്ങളിലും, അരോവേരിലും അതിൻ്റെ പട്ടണങ്ങളിലും, അർന്നോൻ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 സംവത്സരത്തോളം പാർത്തിരിക്കെ, ആ കാലത്തിനിടയിൽ നിങ്ങൾ അവയെ ഒഴിപ്പിക്കാതിരുന്നത് എന്ത്? ആകയാൽ ഞാൻ നിന്നോട് അന്യായം ചെയ്തിട്ടില്ല. എന്നോട് യുദ്ധം ചെയ്യുന്നതിനാൽ നീ എന്നോടാകുന്നു അന്യായം ചെയ്യുന്നത്. ന്യായാധിപനായ യഹോവ ഇന്ന് ഇസ്രായേൽ മക്കളുടെയും അമ്മോന്യരുടെയും മധ്യേ ന്യായം വിധിക്കട്ടെ. എന്നാൽ യിഫ്താഹ് പറഞ്ഞയച്ച വാക്ക് അമ്മോന്യരുടെ രാജാവ് കൂട്ടാക്കിയില്ല. അപ്പോൾ യഹോവയുടെ ആത്മാവ് യിഫ്താഹിന്മേൽ വന്നു. അവൻ ഗിലെയാദിലും മനശ്ശെയിലും കൂടി കടന്ന് ഗിലെയാദിലെ മിസ്പായിലെത്തി. ഗിലെയാദിലെ മിസ്പായിൽ നിന്ന് അമ്മോന്യരുടെ നേരെ ചെന്നു. യിഫ്താഹ് യഹോവയ്ക്കൊരു നേർച്ച നേർന്നു, പറഞ്ഞത്, നീ അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിക്കൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് യഹോവയ്ക്കുള്ളതായിരിക്കും. അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും. ഇങ്ങനെ യിഫ്താഹ് അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു. യഹോവ അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ആരോവേർ മുതൽ മിന്നീത്ത് വരെയും ആബേൽ കേരാമീം വരെയും ഒരു മഹാസംഹാരം വരുത്തി 20 പട്ടണം ജയിച്ചടക്കി. എന്നാൽ യിഫ്താഹ് മിസ്പായിൽ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവൻ്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടി അവനെ എതിരേറ്റു വരുന്നു. അവൾ അവന് ഏകപുത്രിയായിരുന്നു. അവളല്ലാതെ അവന് മകനുമില്ല, മകളുമില്ല. അവളെ കണ്ടയുടനെ അവൻ തൻ്റെ വസ്ത്രം കീറി, അയ്യോ എൻ്റെ മകളെ, നീ എൻ്റെ തല കുനിയിച്ചു. നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു. അവൾ അവനോട്, അപ്പാ, നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമ്മോന്യരോട് പ്രതികാരം നടത്തിയിരിക്കയാൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു. ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എൻ്റെ സഖിമാരുമായി എൻ്റെ കന്യാത്വത്തെക്കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് 2 മാസത്തെ അവധി തരണം എന്ന് അവൾ തൻ്റെ അപ്പനോട് പറഞ്ഞു. അതിനവൻ പോക എന്ന് പറഞ്ഞ് അവളെ 2 മാസത്തേക്ക് അയച്ചു. അവൾ തൻ്റെ സഖിമാരുമായി ചെന്ന് തൻ്റെ കന്യാത്വത്തെക്കുറിച്ച് പർവ്വതങ്ങളിൽ വിലാപം കഴിച്ചു. 2 മാസം കഴിഞ്ഞിട്ട് അവൾ തൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. അവൻ നേർന്നിരുന്ന നേർച്ച പോലെ അവളോട് ചെയ്തു. അവളൊരു പുരുഷനെ അറിഞ്ഞതുമില്ല. പിന്നെ ആണ്ടുതോറും ഇസ്രായേലിലെ കന്യകമാർ 4 ദിവസം ഗിലെയാദ്യനായ യിഫ്താഹിൻ്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രായേലിൽ ഒരു ആചാരമായി തീർന്നു. ആമേൻ.